ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തനംമാറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേ ദിവസത്തെ സംസാരം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങുന്നു. അപ്പോൾ ആദർശ് പറയുന്നു, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അനിയുടെ ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാനെല്ലാം അറിഞ്ഞപ്പോഴേക്കും ഞാൻ നന്ദുവിനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ നയന പറഞ്ഞത് നന്ദുവിന് ഇപ്പോൾ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാനന്ന് ഒഴിഞ്ഞു മാറിയത്. ഇല്ലെങ്കിൽ അനിയെ കൊണ്ട് ഈ കല്യാണം നടത്തിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, ഇപ്പോൾ അതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല ആദർശേട്ട എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറഞ്ഞു, ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് സംസാരിക്കുക എന്ന് പറയുന്നു. ഇയാളും അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതല്ലേ എന്ന് നന്ദുവിനോട് തുറന്നു പറയുന്നു. എന്നെക്കാളും എൻ്റെ ജീവിതത്തെക്കാളും അനിയുടെ ജീവിതം നല്ലതായി കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. എന്നിട്ട് എന്നും ഇപ്പോൾ അവൻ്റെ കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് ആദർശ് വിഷമിച്ചിരിക്കുന്നു. അതിനുശേഷം നന്ദുവിനോട് ചോദിക്കുന്നു, വേണുവിനെ ഒന്ന് കാണാൻ പറ്റുമോ, വേണുവിനെ സെല്ലിൽ അടച്ചിരിക്കുവാണോ എന്ന് ചോദിക്കുന്നു. നന്ദു പറയുന്നു, ഇല്ല, വെളിയിലിരുത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് ഈ മാലയുടെ സത്യാവസ്ഥ ഒന്ന് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുന്നു, അയാൾക്ക് നല്ല അടി കൊടുത്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നന്ദു പറയുന്നു, ഇല്ല, നേരത്തെ ഒരുപാട് പ്രാവശ്യം അടി കൊടുത്തതല്ലേ, അതുകൊണ്ട് ഇപ്രാവശ്യം അടിയൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറയുന്നു, 2 കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് പറയുന്നു. ഞാൻ അയാളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. നയനയും വിളിച്ച് പുറത്തേക്ക് പോകുന്നു. ആദർശ് പുറത്തിരിക്കുന്ന വേണുവിനെ കണ്ട ഉടനെ ആദർശ് ചോദിക്കുന്നു, തനിക്ക് നാണമുണ്ടോടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേണു പറയുന്നു, അതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് കഥകളുണ്ട്, ഞാനെല്ലാം തുറന്നു പറയാം, എന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്തരണം. അപ്പോൾ ആദർശ് ചോദിക്കുന്നു, എന്ത് കഥകൾ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നു, എല്ലാം കള്ളക്കഥകളായിരിക്കും എന്ന് പറയുന്നു. ആദർശ് പറയുന്നു, താനും മോളും ഭാര്യയും കൂടി എന്തെല്ലാം കള്ളക്കഥകളാണോ അവിടെ അരങ്ങേറിയത്. ഒരു കാരണവശാലും ഞങ്ങളുടെ വീട്ടിൽ വന്നു കയറാൻ പറ്റാത്ത ഫാമിലിയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് മോളെ ഉടനെ തന്നെ കെട്ടിച്ച് വീട്ടിലേക്ക് വിട്ടത്. താനും മോളും ഒക്കെ കൂടി എന്തെല്ലാം കള്ളക്കഥകളാണോ അവിടെ അരങ്ങേറിയതെന്ന് ചോദിക്കുന്നു. എന്തായാലും എൻ്റെ അനിയൻ്റെ വിധി ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുന്നു ആദർശ്. അതിനുശേഷം ആദർശ് വന്ന് നന്ദുവിനെ കണ്ട് പറയുന്നു, അയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കേസൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നു, നമ്മളിങ്ങനെ ഓരോ സൗജന്യം ചെയ്തു കൊടുത്താണ് അയാൾക്കൊക്കെ ഇങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനമാകുന്നതെന്ന് നന്ദു പറയുന്നു. അപ്പോൾ ആദർശ് പറയുന്നു, അതിനേക്കാളും വലിയ ക്രിമിനലുകളല്ലേ വീട്ടിലുള്ളത്, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അബിയുടെ അമ്മയും ഒക്കെ. മേശയിൽ നിന്ന് നെക്ലസ് എടുത്തു കൊടുത്ത് ആദർശിന് നേരെ നീട്ടിയിട്ട് നന്ദു പറയുന്നു, ഇതിൻ്റെ പേരിൽ എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിമാരും ഒക്കെ ഒരുപാട് പഴി കേട്ടതാണ്, അതുകൊണ്ടാണ് ഈ കേസിൽ ഞാൻ ഇത്രയും താല്പര്യം കാണിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറയുന്നു, അതെന്തായാലും നല്ലതായില്ലേ മോളെ എന്ന് പറയുന്നു. ഈ നെക്ലസ് ഇനി അതിൻ്റെ അവകാശപ്പെട്ടവർക്ക് തന്നെ കൊടുത്തേക്കൂ എന്ന് നന്ദു പറയുന്നു. എന്തായാലും വേണുവും മകൾ അനാമികയും ഒക്കെ ഇത് വലിയ പ്രശ്നമാക്കും എന്ന് പറയുന്നു. അനാമിക ഇപ്പം തന്നെ വീട്ടിൽ വലിയ പ്രശ്നമാക്കി എന്ന് നയന പറയുന്നുണ്ട്. മനഃപൂർവ്വമാണ് നന്ദു ഈ കേസിൽ വേണുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം യാത്ര പറഞ്ഞ് ആദർശും നയനയും അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആദർശ് പറയുന്നു, ഈ കേസ് തെളിയിച്ചതിന് എൻ്റെ വക ഒരു നല്ല ചിലവുണ്ട് മോൾക്ക് എന്ന് പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നു, എപ്പോൾ വേണമെങ്കിലും ചേട്ടൻ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ആദർശ് പറയുന്നു, എനിക്കും അനാമികയ്ക്കും ഇടയിൽ ഒരു കുഞ്ഞില്ലാത്തത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഇത്തരം ആളുകൾ ആ കുഞ്ഞിനെ വെച്ച് ബാർഗൈനിങ് ചെയ്തേനെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന വേണു ആദർശിനെയും നയനെയും കണ്ട് നന്ദി പറയുന്നു, വലിയ ഉപകാരം കേസ് പിൻവലിച്ചതിന് എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറയുന്നു, വീട്ടിൽ ഓരോരുത്തരുടെ തലയിൽ കുറ്റം ചുമത്തിയിട്ട് ഒന്ന് ഷോ കാണിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഈ ദയനീയ ഭാവം ഒന്നും തന്നെ കാണാനില്ലല്ലോ എന്ന് പറയുന്നു. നിങ്ങളുടെ മകൾ മറ്റ് ആൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ച് ബാക്കിയുള്ളവരെ കുറ്റം പറയാനല്ലേ നിങ്ങൾ താല്പര്യം കാണിച്ചത് എന്ന് പറയുന്നു. ഇനി അനിയോട് അവളെ സ്നേഹിക്കാനൊന്നും ഞങ്ങൾ പറയില്ല, അതിനുള്ള ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. ആ നയനെ എന്ന് വിളിച്ചു പറഞ്ഞ് ആദർശ് പുറത്തേക്ക് നടക്കുന്നു. അപ്പോൾ അത് നോക്കി നിന്ന് മനസ്സിൽ വേണു പറയുന്നു, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കടിച്ചു തൂങ്ങാൻ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടില്ല, ഉടനെ തന്നെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി ഞാനന്ന് തല താത്തു തന്നതാണെന്ന് വേണു പറയുന്നു. നെക്ലസുമായി വീട്ടിലേക്ക് വന്നിട്ട് ആദർശ് പറയുന്നു, ഇത് നിന്റെ അച്ഛൻ കടം വീട്ടാനായി പലിശക്കാരന് കൊടുത്തതാണെന്ന് പറയുന്നു. അപ്പോൾ അനാമിക പറയുന്നു, അത് കള്ളമാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ അനിയത്തി ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ്, വേറെ ഏതോ പലിശക്കാരന് കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നു, എൻ്റെ അച്ഛനെ കുറ്റക്കാരനാക്കാൻ എന്ന് പറയുന്നു.
അപ്പോൾ ആദർശ് പറയുന്നു, അതിന് ഞങ്ങൾക്ക് ആവശ്യമില്ല. നീ കൂടുതൽ കിടന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ഇത് ഞാൻ കേസാക്കും. കേസാക്കിയിട്ട് ഈ കിടന്ന് തർക്കിക്കുന്നതൊക്കെ കോടതിയിൽ പോയി തർക്കിക്കേണ്ടി വരും. അപ്പോൾ അനാമിക പറയുന്നു, ഞങ്ങൾക്ക് കോടതി പോകാൻ ഒരു പേടിയും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആദർശിന്റെ അമ്മ പറയുന്നു, നീ കൂടുതൽ കിടന്ന് ആദർശിനെ ഇതാക്കരുത്. ഇത് ഈ കേസായി കഴിഞ്ഞാൽ വിഷമിക്കുന്ന 2 ആൾക്കാർ ഈ വീട്ടിൽ വേറെയുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അടങ്ങി നിൽക്കൂ എന്ന് പറയുന്നു. അത് പറഞ്ഞ് ആദർശ് അകത്തേക്ക് പോകുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു, ആദർശ് പറഞ്ഞു. അത് ഞാൻ തെളിയിച്ചു. അപ്പോൾ അനാമിക പറയുന്നു, ഇതെല്ലാം നിങ്ങളുടെ അനിയത്തി SI നന്ദു കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞ് അനാമിക തർക്കിക്കുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നു, എൻ്റെ മരുമോളുടെയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൈകൾ ശുദ്ധമാണ് എന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ അനാമികയുടെ അമ്മായി ചോദിക്കുന്നു, അപ്പോൾ എൻ്റെ മോളുടെ അച്ഛനും അമ്മയാണോ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നു, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നു. അടുത്ത സീനിൽ പുറത്തിരുന്ന് നന്ദന കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്നു. അവിടേക്ക് വരുന്ന നയന അപ്പോൾ ചേച്ചിയോട് പറയുന്നു, ചേച്ചി നമ്മളെ ഒരുപാട് ദ്രോഹിച്ചവരാണ് അനാമികയും അവളുടെ അച്ഛനും ഒക്കെ. എന്നിട്ടെന്ന് ചേച്ചി ഇപ്പോൾ ആദർശേട്ടനടുത്തുള്ള ദേഷ്യം കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ നന്ദന പറയുന്നു, അവർ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവനല്ലേ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, ഈ തെറ്റ് ചെയ്തിട്ട് നേരത്തെ നമ്മുടെ അമ്മയാണ് അവൾ കള്ളിയാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ നന്ദന പറയുന്നു, ഈ കേസ് തെളിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ നീ എന്തിനാണ് വെള്ളവരുടെയും കൊച്ചിന് അമ്മയാകുന്നത്? കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണ് മരിച്ചു പോകും. ആ പെണ്ണ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് മരിച്ചു കഴിഞ്ഞാൽ നീയാണ് ആ കൊച്ചിൻ്റെ അമ്മയായി മാറുന്നത്. അപ്പോൾ നയന പറയുന്നു, ഇതിനൊക്കെ ഉള്ള മറുപടി പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ആ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ദേഷ്യത്തോടെ നന്ദനയോട് പറയുന്നു. ആദർശ് എല്ലാ പെൺകുട്ടികളുടെയും പുറകെ നടക്കുന്ന ആളാണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്ന് നന്ദന പറയുന്നു. പക്ഷേ ഈ കേസിൽ ആദർശ് തെറ്റുകാരനാണ് എന്ന് നന്ദന പറയുന്നു. അപ്പോൾ നയന പറയുന്നു, നിന്റെ ഈ കൊച്ചിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാണ് അനാമികയും അവളുടെ അച്ഛനുമൊക്കെ. അവരെയാണ് നീ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നയന പറയുന്നു. അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല എന്ന് നന്ദന പറയുന്നു. നീ എന്തിനാണ് വല്ലവരുടെയും കൊച്ചിൻ്റെ അമ്മയാകുന്നത് എന്ന് നന്ദന നയനയോട് തിരിച്ചു ചോദിക്കുന്നു. ഇനി വാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൊച്ചിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത് എന്ന് നന്ദന പറയുന്നു. കൊണ്ടുവന്നാൽ ഞാൻ ആ കൊച്ചിനെ നല്ല വഴക്ക് പറയല്ല, നല്ല അടി കൊടുക്കും എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, എങ്കിൽ അതിൻ്റെ പാവം ചേച്ചിക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞ് നയന അവിടെ നിന്ന് പോകുന്നു. നന്ദന അത് കേട്ട് എന്തോ ആലോചനയിൽ അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ആദർശിൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നു, എല്ലാ സ്വർണവും കൊണ്ട് പലിശക്കാരന് കൊടുത്തിട്ട് എൻ്റെ മരുമോളെ അവർ കുറ്റക്കാരെ ആക്കിയില്ലേ എന്ന് പറയുന്നു. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നു, നീ അവരെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നതല്ലേ എന്ന് പറയുന്നു. ആദർശിൻ്റെ അമ്മ ചോദിക്കുന്നു, അവർ ഒരു കണ്ണായ സ്ഥലത്ത് അനിക്കും അനാമികയ്ക്കും വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുന്നു. അതൊക്കെ ഇനി ഉള്ളതാണോ കള്ളത്തരമാണോ എന്ന് പറയുന്നു. ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നു, അവളെ സ്വർണമൊക്കെ അനാമികയുടെ സ്വർണമൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നു, അത് എനിക്ക് വലിയ ധാരണ ഇല്ല എന്ന് പറയുന്നു. എന്ന് ആദർശിൻ്റെ അച്ഛൻ പറയുന്നു, എന്തായാലും നമ്മുടെ അനി പെട്ടുപോയി എന്ന് പറയുന്നു. രണ്ടുപേരും ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.